Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തുള്ള ഞരമ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കളഞ്ഞിരിക്കണം. അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വയറുവേദന എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ വലിപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഈ ചെമ്മീനിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണേണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയും ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇപ്പോൾ ചില ഗരം മസാലയിൽ പെരിഞ്ജീരകം ഉണ്ടാവും. അപ്പം സെപ്പറേറ്റ് പെരിഞ്ജീരകം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചെമ്മീനിന് ആവശ്യമുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇത് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. ഇത് കണക്കത്തെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏത് ഗ്ലാസ്സിലാണ് അരി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം എടുക്കാനായിട്ട്. ഞാനത് വെള്ളം പറ്റിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. 1.5 ഗ്ലാസ് അരി എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അപ്പോൾ അരി എടുക്കുമ്പോൾ അരി ഈ ഗ്ലാസ്സിലിങ്ങനെ നികത്തി വേണം എടുക്കാനായിട്ട്. തുളുമ്പി എടുക്കാൻ പാടില്ല. അരി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നികത്തി കൊടുക്കുക. റൈസിന് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബേ ലീഫ്, ഒരു വലിയ പട്ടയുടെ പീസ്, പിന്നെ ഒരു 5 ഏലക്ക, 6 ഗ്രാമ്പൂ. ഇത് റൈസിന് വേണ്ടി മാത്രം കേട്ടോ. ഞാൻ ഈ അരി കുതിർത്ത് വെച്ചേക്കുന്നൊന്നുമല്ല. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ അന്നേരം എടുത്ത അരിയാണിത്. ഞാൻ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുതിർത്ത് വെക്കാറില്ല. ഇനി ഇത് കണക്ക് ഒരു ചെറിയൊരു സവാള വേണം. ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാദ്യമേ ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള ഇങ്ങനെ അരിഞ്ഞ ശേഷം ഇതൊന്നിങ്ങനെ ഞെരടി കൊടുക്കാം. ആ ലെയറുകളെല്ലാം വിട്ട് വരും ഇത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഈ സവാള ഒന്ന് ബ്രൗൺ കളറാവണം. ഇത് നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സവാള ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ നെയ്യിൽ നിന്ന് മാറ്റാം. ഈ പാത്രത്തിലെ നെയ്യുണ്ട്. അപ്പം ഞാനിനി എക്സ്ട്രാ നെയ്യ് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് എല്ലാം ചേർക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, 2 ബേ ലീഫ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ചേർക്കാം. ഈ അരി ഈ നെയ്യിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ ഫ്രൈ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആകുമ്പോൾ ഒരു പൊടിയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അന്നേരം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അരി മൂത്തതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ 1.5 ഗ്ലാസ്സാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് ആകുമ്പോഴത്തേക്കും 3 ഗ്ലാസ് വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം എടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഇത് വറ്റി വരുമ്പോൾ അളവ് കറക്റ്റ് ആവുള്ളൂ. ഇനി ഈ റൈസിന് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ ഈ വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെക്കുക. അപ്പോൾ എത്രയും കുറയ്ക്കാവോ അത്രയും കുറച്ച് വെക്കുക. കുറച്ചിട്ട് ഇത് അടച്ചു വെക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഫ്ലെയിം ഏറ്റവും ലോ ആയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. ചോറിൻ്റെ വെള്ളം വറ്റിയെന്ന് നോക്കാം. ചോറിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്.
അപ്പോൾ ചെമ്മീൻ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനൊന്നും ഒരുപാടൊന്നും മൂക്കണ്ട, ഒരു ഹാഫ് കുക്കായാലും മതി. പിന്നെ അതുപോലെ ചെമ്മീനൊന്നും അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ വേകും. അപ്പോൾ നമുക്കതൊന്ന് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം അതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ മറിച്ചിട്ടിട്ട് വീണ്ടും 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കോരി മാറ്റാം. ഇനി വേണ്ടത് ഒരു വലിയ സവാള, അത് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി അത് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് തന്നെ ചതച്ചെടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീൻ വറുത്ത സെയിം പാത്രം തന്നെ എടുക്കുക. ഇതിൽ കുറച്ച് എണ്ണയുണ്ട്, അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കണേന്. ഇതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, പട്ട, ഇത് 3 ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഞാൻ അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഫുൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇത് ചേർക്കുന്ന സവാളയാണ്. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. എന്നാൽ അടച്ചു വെക്കാം, അപ്പോൾ നന്നായിട്ട് വഴന്ന് വരും. തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. വറുത്ത് വെച്ചേക്കണ ചെമ്മീൻ, 3 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് ഉപ്പ്, നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. മസാലകൾ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കരുത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറിടാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണതാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചോറിട്ട് കൊടുക്കണം. റൈസ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കുറച്ച് മല്ലിയില, ഇനി ഇതിലേക്ക് ഞാൻ 1 തുള്ളി കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. പിന്നെ കുറച്ച് റോസ് വാട്ടറും ചേർക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന റോസ് വാട്ടറിൻ്റെ എസൻസ് ആണ്, അതുകൊണ്ട് ഞാനൊരു 2 ഡ്രോപ്സ് റോസ് വാട്ടർ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എസൻസ് അല്ല റോസ് വാട്ടർ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോയിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മൈദ മാവ് എടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒട്ടിക്കാം. നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തവയോ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ ഉപയോഗിക്കാത്തുണ്ടെങ്കിൽ അതെടുക്കുക, സ്റ്റവിൻ്റെ മുകളിലോട്ട് വെക്കുക. ദമ്മിട്ട് വെച്ചേക്കണ പാത്രം അതിൻ്റെ മുകളിലിട്ട് വെക്കാം. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഒരേപോലെ എല്ലാ വശത്തേക്കും ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ ആ നടുക്ക് വശത്ത് മാത്രമേ ചൂട് ചെല്ലത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതേ കണക്ക് വെച്ചേക്കണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഉടനെ തുറക്കാൻ പാടില്ല. അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് തുറന്നു നോക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.